Hello മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഫൈസൽ സാർ ആണ്. നമ്മുടെ സീസൺ ആ ടൈം അഥവാ ഋതുഭേദങ്ങളും സമയം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഭാഗമാണ്. നമുക്ക് അറിയാവുന്നതാണ് ഈ ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് സീസൺസിനെ കുറിച്ച്, സീസണുകളാണ്, 4 സീസണുകൾ. രണ്ടാമത്തതാണ് ഈ പറയുന്ന കാര്യം, ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. മക്കൾക്ക് എല്ലാവർക്കും എപ്പോഴും തെറ്റുന്ന ഒരുപാട് മെത്തേഡുകൾ ഉണ്ടായതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷനുകൾ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ആ കാര്യത്തെ ഞാനിതാ ഇന്ന് ഈസി ആക്കിയിട്ട് തരാൻ പോകാണ്. റെഡി ആണോടാ? റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം കാൽക്കുലേഷൻ ഇതാ ഇത്രയും ഐഡിയോളജീസ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെക്കാം. എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ പോലെയാണ് എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ് എർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 360 ഡിഗ്രി 24 മണിക്കൂർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ഭൂമിയുടെ ഒരു റൊട്ടേഷൻ, ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ എത്രയാ? 24 മണിക്കൂറാണ്. ദാറ്റ് മീൻസ് 24 hours ആണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഈ 24 മണിക്കൂറിന് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 24 × 60 അഥവാ 1440 മിനിറ്റ് കൊണ്ടാണ് 360 ഡിഗ്രി കറങ്ങുന്നതെന്ന് മനസ്സിലാവും. ദാറ്റ് മീൻസ് ഇതിൽ നിന്നെല്ലാം നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് ഇത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 ഡിഗ്രി എർത്ത് നമ്മളെ സൂര്യൻ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണ്. ഈ പോയിന്റ് എൻ്റെ മക്കൾ ഓർത്ത് വെക്കുക. 1 ഡിഗ്രിക്ക് എത്ര മിനിറ്റ് വേണം? 4 മിനിറ്റ്. അപ്പോൾ 2 ഡിഗ്രിക്ക് എത്ര മിനിറ്റ് വേണം മക്കളെ? 8. 3 ഡിഗ്രിക്കോ 12 മിനിറ്റ്. ഈ ഐഡിയ മക്കളുടെ മനസ്സിലുണ്ടായിരിക്കുമോ? അതാണ് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. രണ്ടാമത്തെ വേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ നമ്പർ ലൈൻ പഠിച്ചിട്ടില്ല മക്കളെ? നമ്പർ ലൈൻ, ഈ നമ്പർ ലൈൻ നമ്മളെങ്ങനെ എഴുതുക? ചെറുപ്പം മുതലേ പഠിക്കുന്ന 0 1 2 3 4. അതേസമയം ഇങ്ങോട്ടാണെങ്കിലോ -1 -2 -3 ആണല്ലോ. നമ്മുടെ ഈ സൈഡിനെ നമുക്ക് എന്ത് പറയാം? ഈ സൈഡിന് നമുക്ക് ഈസ്റ്റ് സൈഡ് എന്ന് പറയാം, അഥവാ കിഴക്ക് ഭാഗം എന്ന് പറയാം. ഈ സൈഡിന് നമുക്ക് പടിഞ്ഞാറ് ഭാഗം അഥവാ വെസ്റ്റ് സൈഡ് എന്ന് പറയാം. ഇതിൻ്റെ 0 നേരെ കറക്റ്റ് ഇവിടെ ഇങ്ങനെ നമ്മൾ വരക്കാണെന്നുണ്ടെങ്കിൽ ഈ ലൈനെ നമ്മൾ വിളിക്കുക, ഇവിടുത്തെ ഈ ലൈനെ വിളിക്കുന്ന പേര് ഗ്രീൻവിച്ച് ലൈൻ എന്നാ വിളിക്കുക. ഇവിടുത്തെ സമയത്ത് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്നൊക്കെ വിളിക്കും. 0യുടെ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് കൂട്ടിയല്ലേ ചെയ്യുന്നത്? കൂട്ടിയല്ലേ? അപ്പോൾ ഈ ഐഡിയ മനസ്സിലാക്കുക. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ, കിഴക്കോട്ട് പോകുമ്പോൾ കൂട്ടണം. സോ സെക്കൻഡ് പോയിന്റ് ഞാൻ ഇവിടെ എഴുതുന്നു, ഈസ്റ്റിലോട്ട് പോകുമ്പോൾ കൂട്ടണം. വെസ്റ്റിലോട്ട് വരുമ്പോൾ, വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? മൈനസ്, കുറയ്ക്കണം. അടുത്ത പോയിന്റ് നമ്മൾ എഴുതിയേക്കുന്നു, വെസ്റ്റിലേക്ക് പോകുമ്പോൾ കുറയ്ക്കണം. ഇതും പഠിച്ചു വെച്ചോ. ഇതും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഏത് സമയവും നിങ്ങൾ തന്നെ കണ്ടെത്തും. ഞാനാ പറയുന്നത്, ഇനി നിങ്ങൾ തന്നെ കണ്ടെത്തും. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാൻ വേണ്ടിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, പരീക്ഷ എങ്ങനെ ഉണ്ടാവുക? വെൻ ദ ഗ്രീൻവിച്ച് മീൻ ടൈം ഈസ്, ഗ്രീൻവിച്ചിന്റെ സമയം എന്ന് പറയുന്നത് 10 മണി AM ആണ് എങ്കിൽ, 10 മണി AM ആണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ടൈം ഓഫ് 60 ഡിഗ്രി വേണം. നമുക്കൊരു 90 ഡിഗ്രി ഈസ്റ്റ് അഥവാ കിഴക്ക് കേട്ടോ. 90 ഡിഗ്രി കിഴക്കിലെ സമയം കാണാൻ വേണ്ടി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളിതാ ചെയ്യേണ്ട ഡ്യൂട്ടി എങ്ങനെയാ വെച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുവെച്ചോടാ. നമ്മൾ ആദ്യം എഴുതുന്നു 90 ഡിഗ്രി ഈസ്റ്റ് എന്ന് എഴുതുന്നു. ആൻസർ ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ആദ്യം റെക്കഗ്നൈസ്, ഇത് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? അതേതാണ്? ഈസ്റ്റ് ആണ്, കിഴക്കാണ്. കിഴക്കോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാണ്ട് കൂട്ടണം. ആ ചിഹ്നം അവിടെ ഇട്ട് വെക്കുന്നു, പ്ലസ് എന്ന് ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, അടുത്ത ബുദ്ധിമുട്ടില്ലാത്ത പരിപാടിയാണ്. നമുക്കറിയാം 1 മിനിറ്റിന് നമുക്ക് വേണ്ട സമയം എത്രയാ? 4 മിനിറ്റ്. 2 മിനിറ്റിന് 8 മിനിറ്റ്. അപ്പോൾ 90 ഡിഗ്രിക്കോ 90 × 4 ചെയ്താൽ എത്ര സമയം മാറ്റേണ്ടത് മനസ്സിലായിക്കൂടെ? അപ്പോൾ നമ്മൾ നോക്കുന്നു 0 4 × 9 18 36 അഥവാ 360 എന്ന് നമുക്ക് കിട്ടുന്നു. 360. അപ്പോൾ നമ്മളിവിടെ എഴുതിയേക്കുന്നു 360 മിനിറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഈ 10 മണിയുടെ കൂടെ 360 മിനിറ്റ് കൂട്ടിയാൽ നമ്മുടെ 90 ഡിഗ്രിയുടെ സമയം കിട്ടുമെന്നാണ് പറഞ്ഞത് അല്ലേ? 10 മണിയുടെ കൂടെ 10 1 10 2 10 3 10 4 എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് കൂട്ടാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? അതിന് ഞാൻ എളുപ്പത്തിലുള്ള പരിപാടി പറയാം. ഈ 360 മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്താലോ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ചെയ്യുന്നു 360 ഡിവൈഡഡ് ബൈ 60. 36 എത്ര 6 ഉണ്ട്? 6 ആണ്. 6 6 36. ദെൻ മീൻസ് 6 60 360 ബാലൻസ് 0. ദാറ്റ്സ് ഇനഫ്. അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് അതേമാതിരി താഴേക്ക് എഴുതുന്നു. എന്നിട്ട് നമ്മൾ മുകളിലുള്ള സംഖ്യ എന്താണ്? 6 hour. 6 മണിക്കൂർ നമ്മളുടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടി 10 മണിയുടെ കൂടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നവരോ, നേരത്തെ വരച്ച പോലെ ഒരു നമ്പർ ലൈൻ ഇങ്ങനെ വരക്കുന്നു. എന്നിട്ട് അതിന് വാല്യൂ കൊടുക്കുന്നു. 0 1 2 3 4 5 6. എത്ര അവറാ കൂട്ടാളെ? മാക്സിമം 6 hour. അതുകൊണ്ട് 6 വരെ എഴുതുന്നു. 0യുടെ സമയം എത്രയാടാ? ഇവിടെ തന്നിട്ടുണ്ട് 0യുടെ സമയം എത്രയാ? 10 AM ആണ്. 10 മണിയുടെ കൂടെ 1 മണിക്കൂർ കൂട്ടി
11 ഒന്നും കൂടെ കൂട്ടി 12 ഒന്നും കൂടെ കൂട്ടി 1 2 3 4 സോ ദ ആൻസർ നമ്മുടെ മുമ്പിലിട്ട് 4 എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. മുഴുവൻ മാർക്ക് കിട്ടൂല. മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യണം. ഇത് AM ആണോ PM ആണോ എന്ന് എഴുതണം. അത് എഴുതാൻ ഏറ്റവും എളുപ്പപ്പണി ഞാൻ പറഞ്ഞിട്ട്, ഈ മുകളിൽ നമ്മൾ എഴുതി എവിടെയെങ്കിലും 12 വന്നിട്ടുണ്ടോ നോക്കുക. 12 വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൽ AM ആണെങ്കിൽ ഉത്തരത്തിൽ PM ആവും, ചോദ്യത്തിൽ PM ആണെങ്കിൽ ഉത്തരത്തിൽ AM ആവും. ഇവിടെ 12 വന്നിട്ടുണ്ടോ? ഇവിടെ 12 വന്നിട്ടുണ്ട്. സോ ചോദ്യത്തിൽ ആരായിരുന്നു മക്കളെ? AM ആണ്. സോ ഉത്തരത്തിൽ ആരായി? PM ആയി. സോ ദ ആൻസർ ഈസ് 4 PM. ഇത്ര എഴുതി വെച്ചാൽ മതി. സിമ്പിളാ. ഒരു വെസ്റ്റിലെ ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു വെസ്റ്റിലെ ക്വസ്റ്റ്യനും കൂടെ. ക്വസ്റ്റ്യൻ ഇതാണ്, when the Greenwich mean time is 8 AM 8 മണി AM ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചത് 110 ഡിഗ്രി വെസ്റ്റിലെ സമയം എത്ര എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പതിവ് പോലെ ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ട കാര്യം 110 ഡിഗ്രി വെസ്റ്റ് എന്ന് എഴുതുന്നു. വെസ്റ്റ് ആയതുകൊണ്ട് മൈനസ് എന്ന ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പതിവ് ശൈലികൾ തന്നെ 110 ഗുണിക്കണം 4 440. അത് നേരെ ഇവിടെ എടുത്ത് എഴുതുന്നു 440 മിനിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് എഴുതുന്നു സമടുന്നു. ഈ 440 മിനിറ്റ് എത്ര മണിക്കൂറാണ് നോക്കണം. അതിന് വേണ്ടിയിട്ട് 440 ഡിവൈഡഡ് ബൈ 60. 36 6 42 7 അഥവാ 42 420 എന്ന് കിട്ടും. ബാലൻസ് 20. ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ബാലൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് ഇട്ടിട്ട് ചെയ്യരുത്. ഉത്തരം തെറ്റി പോകും. ചെയ്യരുത് എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞത് 440 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 7 hour and 20 minutes ആണ്. 7 hour and 20 minutes ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ചെയ്യുന്നു. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുന്നു. ഈ മൈനസ് അതുപോലെ എഴുതുന്നു. 7 hour എത്ര മിനിറ്റ് ആണ്? 20 minutes എന്ന് എഴുതുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ വരച്ചതുപോലെ നമ്പർ ലൈൻ അങ്ങോട്ട് വരക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് വാല്യൂസ് കൊടുക്കുകയാണ്. നമ്പർ ലൈനിന് 0, കാരണം മൈനസ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. -1 -2 -3 -4 -5 -6 -7 7 hour വരെ ആയതുകൊണ്ട് 7 വരെ കൊടുത്തു. 0 ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര മണിയാണ്? 8 AM ആണ് തന്നിട്ടുണ്ട്. 1 കുറച്ചു 7, ഒന്നും കൂടെ 6 5 4 3 2 1. കഴിഞ്ഞോ? ഇല്ലടാ, കഴിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റി. നമ്മൾ 1 മണിയിലേക്ക് എത്തിയിട്ടുള്ളൂ. 7 മണിക്കൂർ കുറച്ചപ്പോൾ 1 മണി. 7 മണിക്കൂർ മാത്രമാണോ കുറക്കാനുള്ളത്? 20 മിനിറ്റ് കുറക്കല്ലേ? 1 മണിയിൽ നിന്ന് നമ്മൾ 20 മിനിറ്റ് ബാക്കിലെന്ന് പറഞ്ഞാൽ എത്രയാ? യെസ്, കറക്റ്റ് 12:40. AM ആണോ PM ആണോ നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും 12 വന്നിട്ടുണ്ടോ? ഇല്ല, 12 വന്നിട്ടില്ല. അപ്പോൾ ചോദ്യത്തിൽ ആരാണ്? AM ആണ്. ഉത്തരത്തിലും ആര് തന്നെയാണ്? AM ആണ്. അഥവാ 12:40 AM ആയിരിക്കും. 12:40 AM ആയിരിക്കും. സോ ഉത്തരമായല്ലോ. അപ്പോൾ വെസ്റ്റിൻ്റെയും ഈസ്റ്റിൻ്റെയും ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യണം? ഒരുപാട് ചിലപ്പോൾ കൺഫ്യൂഷനുകളൊക്കെ വരാനുണ്ട്. ആ വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ ലൈവുകളിലൊക്കെ ആയിട്ട് ക്ലിയർ ചെയ്യാം. സോ അങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്ത് when the Greenwich mean time is 6 AM 6 മണി AM ആവുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്ര? 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്താ? 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്ര? കൂടാതെ ഇത് A ക്വസ്റ്റ്യൻ ആണ്. B ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 ഡിഗ്രി വെസ്റ്റിലെ സമയം എത്ര? ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇന്ത്യൻ ടൈം കാണുന്നതിന് സമയം ബുദ്ധിമുട്ടുണ്ടോ? അതേസമയം ഗ്രീൻവിച്ച് തരാതെ മറ്റൊന്ന് തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ കാണണമെന്ന് അറിയാത്തതുണ്ടോ? അതിനെല്ലാമുള്ള സൊല്യൂഷനുമായിട്ട് നമ്മുടെ മാരത്തോണുകൾ വരുന്നുണ്ട്. സോ ഒരാൾ പോലും മിസ്സാക്കരുത്. നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ, അതിലെല്ലാവരും ഉണ്ടായിരിക്കാം. നമ്മളവിടെ അടിപൊളിയാക്കി ആ ഭാഗമെല്ലാം നമ്മൾ സെറ്റാക്കുന്നതാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക, സിമ്പിളായിട്ട് പഠിക്കടാ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാ.